ഷൈജു, ഈ ഷാൻ വധക്കേസിന്റെ വിചാരണ എപ്പോൾ തുടങ്ങുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്? വിചാരണ സംബന്ധിച്ച കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആലപ്പുഴ സെഷൻസ് കോടതി 2-ാം തീയതിയിലേക്ക് ഈ കേസ് പരിഗണിക്കും എന്നറിയിച്ചിട്ടുള്ളത്. 2-ാം തീയതി കേസ് പരിഗണിക്കുമ്പോഴാവും ഇത് സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കോടതി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്കാവും ഷാൻ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടക്കുക. കാരണം ഇതിൽ ഇപ്പോൾ 2ാമത് നടന്ന കൊലപാതകത്തിന്റെ വിധി പുറത്തു വരുന്നു, ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കുന്നു. എന്നാൽ 1ാമത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് തന്നെ അത് വേഗത്തിലാക്കാനുള്ള ഒരു ശ്രമം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷൈജു, ഈ കേസിലെ പ്രതികൾ എല്ലാവരും ജാമ്യത്തിലാണോ? ഷാൻ വധക്കേസിലെ അതിന്റെ ഈ ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട 13 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 13 പ്രതികളും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. ശരി, ഇപ്പോൾ പ്രോസിക്യൂഷന്റെ പ്രതികരണത്തെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഷൈജു. ഈ കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് തിങ്കളാഴ്ചയാണ്. അതിനു മുമ്പ് പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വിധി 15 പേരും കുറ്റക്കാരാണെന്നുള്ളത് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സംതൃപ്തയാണ്. ഇനി എന്താണ് വിധി എന്നുള്ള കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 3 നോട്ട് പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കൂടെ നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. 8 പേര് മാത്രമേ കൊലക്കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയുള്ള 15 പേര് അല്ല, അങ്ങനെയല്ല. അത് എല്ലാവരിലും 3 നോട്ടും ഉണ്ട്. അത് ഓരോരോ സെക്ഷൻ വൈസ് ആണ്. അത് കുറച്ചുകൂടെ ഇതായിട്ട് പ്രോസിക്യൂട്ടർ പറയും കാര്യമായിട്ട്. അതെ അതെ, 15 പേരും കുറ്റക്കാരാണെന്ന് പറഞ്ഞതിൽ സംതൃപ്തരാണ്. അമ്മ എങ്ങനെ കാണുന്നു ഈ വിധിയിൽ നമുക്ക് തൃപ്തിയുണ്ട്. പറയാൻ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അമ്മയാണ് പ്രതികരിക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് രഞ്ജിത്തിന്റെ അമ്മ പറയുന്നു.